നിങ്ങളുടെ ഇമാമുമാർ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ അവരിൽ നിന്ന് മുസ്തഹബായിട്ട് അവർ പറഞ്ഞായിട്ടുമില്ല. വക്കത ഇപ്രകാരം തന്നെ മാക്കയില പറയപ്പെട്ടത്, ഇന്നഹു മനിക്ക് തഹല യൗമഹു ലം യർമുദ് ദാലിക്കല്ലാം, ആരെങ്കിലും ഈ മുഹറം 10 ആശുറാ ദിനത്തിൽ സുർമയിട്ടാൽ അവന് ആ വർഷം ചെങ്കണ്ണ് രോഗം ബാധിക്കൂല, കണ്ണ് സോക്കട് പിടിപെടൂല എന്ന് എന്നെ സംബന്ധിച്ച്. വാമാനിയത്തസല യൗമഹു ലം യംറുദ് കദാലിക, ഇപ്രകാരം തന്നെ ആശുറാ ദിനത്തിൽ ഒരാൾ കുളിച്ചാൽ, കുളി എപ്പോഴും നല്ല കാര്യമാണ്, പക്ഷെ ആശുറാ ദിനത്തിൽ കുളിക്കല് അത് മർമ്മപ്രധാനമാണ്, അത് പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം ഒരാൾ കുളിച്ചാൽ വരുന്ന വർഷം ആ വർഷം മുഴുവനും അവനക്ക് രോഗം ബാധിക്കൂല എന്ന വിശ്വാസമുണ്ട് എന്ന് ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇതും സഹിഹായ ഹദീസിൽ കാണാൻ കഴിയില്ല. കാല അവർ പറയുകയാണ്, വഹാസുലു ആകസാരം അന്നമാ വറദ മൻ ഫഅല അശറ ഖിസാലി, ആര് യൗമ ആശുറ, ആശുറ ദിനത്തിൽ ആരെങ്കിലും 10 കാര്യങ്ങൾ ചെയ്താൽ അവന് ഇന്നത് ഉണ്ട് എന്ന് പറയുന്ന ആ ഹദീസുകൾ വന്നിട്ടുള്ളത് ലം യസിഹ ഫീഹ, അങ്ങനെ വന്നിട്ടുള്ള ഹദീസുകളിൽ സഹീഹായ ഹദീസ് ഇല്ല ഹദീസ് സിയാമി വ തൗസിഅത്തി അലൽ ഇയാൽ, ഈ 10 കാര്യങ്ങൾ ചെയ്തവർക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന ഹദീസുകളിൽ 2 കാര്യങ്ങൾ ഒഴികെ നോമ്പ് പിടിക്കുക, അതുപോലെ തന്നെ കുടുംബാദികൾക്ക് വിശാലത ചെയ്തു കൊടുക്കുക, ഈ 2 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള 8 കാര്യങ്ങളിലും സഹീഹായ ഹദീസ് വന്നിട്ടില്ല. വഅമ്മ ബാക്കിൽ ഹിസാലി സമാനിയ, ബാക്കി 8 കാര്യങ്ങൾ ഫമിൻഹ മാ ഹുവ ലൈഫ്, ആ 8 കാര്യങ്ങളിൽ ലൈഫായ ഹദീസുകളുണ്ട്, ദുർബലമായ ഹദീസുകൾ. റിപ്പോർട്ടകന്മാർ റാവിമാർ അവരൊക്കെ ദുർബലരാണ്, സഹീഹായ ഹദീസ് അല്ലത്, ലൈഫായ ഹദീസുകളാണ്. അതുപോലെ തന്നെ അതിലുണ്ട് മാഹുവ മുങ്കറുൻ മൗലൂഉൻ, മുങ്കറായ ഹദീസുണ്ട്, മൗലൂആയ ഹദീസുണ്ട്, നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകൾ. ലൈഫാണെങ്കിൽ പിന്നെയും സമ്മതിക്കാം, നിർമ്മിച്ചുണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾ അത് സ്വീകരിക്കാൻ പറ്റൂല. ലൈഫാണെങ്കിൽ സ്വന്തമായിട്ട് അമൽ ചെയ്യാം, ഫത്വക്ക് പറ്റൂല, സ്വന്തമായി അമൽ ചെയ്യാം. ലൈഫ് തന്നെ പല തുറക്കുകളിലൂടെ പല വഴികളിലൂടെ പല ലൈഫായ ഹദീസുകൾ പല വഴികളിലൂടെ ഒരേ ആശയം വരുന്ന ഹദീസുകൾ വന്നാൽ അത് പിടിച്ചുകൊണ്ട് അമൽ ചെയ്യാം.